ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണ്? 1857 അല്ലെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് 1857 ഇത് നടന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ 1857-58 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു 1857 ഇന്ത്യൻ കലാപം. ഇന്ത്യൻ കലാപം, സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ 1857-58 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്? ശിപായി ലഹള, ഇന്ത്യൻ ലഹള, മഹത്തായ കലാപം, 1857 കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ കലാപം എന്നിങ്ങനെ പല വിധത്തിൽ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ പേരിലാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത്? ശിപായി ലഹള, ഇന്ത്യൻ ലഹള, മഹത്തായ കലാപം, 1857 കലാപം, ഇന്ത്യൻ കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നിങ്ങനെ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മീററ്റിൽ കലാപം പൊട്ടി പുറപ്പെട്ടതിന് ശേഷം വിമതർ വേഗത്തിൽ ഡൽഹിയിലെത്തി. അവിടെ 81 വയസ്സുള്ള മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫറിനെ ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അപ്പൊ കലാപം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റില്. അതിനുശേഷം അവര് ഡൽഹിയിലെത്തി. അവിടെ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ സഫറാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയായി വിപ്ലവകാരികൾ പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാ സഫറിനെ ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. താമസിയാതെ വിമതർ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളുടെയും അവധിന്റെയും വലിയ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയും അവധും പിടിച്ചെടുത്തു. പക്ഷെ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതികരണം വേഗത്തിൽ വന്നു. 1857 ജൂലൈ പകുതിയോടെ കാൺപൂരും സെപ്റ്റംബർ അവസാനത്തോടെ ഡൽഹിയും തിരിച്ചുപിടിച്ചു. അതായത് ആദ്യം വിപ്ലവകാരികള് ഈ പ്രദേശങ്ങളൊക്കെ, ഡൽഹിയൊക്കെ പിടിച്ചെടുത്തു എങ്കിലും, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ അവതൊക്കെ പിടിച്ചെടുത്തെങ്കിലും പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അത് കാൺപൂരും ഡൽഹിയും അത് 1857 സെപ്റ്റംബർ അവസാനത്തോടെ തിരിച്ച് അവരത് പിടിച്ചെടുത്തു. കമ്പനി നിയന്ത്രിത ഇന്ത്യയിലേക്ക് മറ്റു പ്രദേശങ്ങൾ, ബംഗാൾ പ്രവിശ്യ, ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി എന്നിവ ഏറെക്കുറെ ശാന്തമായിരുന്നു. അപ്പൊ എന്താണ്? കമ്പനി നിയന്ത്രിത പ്രദേശങ്ങളായിട്ടുള്ള ഏതാണ്? ബംഗാള് കമ്പനി നിയന്ത്രണമാണ്. പിന്നെ ബോംബെ, മദ്രാസ്, കേരളമൊക്കെ ഉൾപ്പെടുന്ന മദ്രാസ് എന്നിവയൊക്കെ ഏറെക്കുറെ ശാന്തമായിരുന്നു. അങ്ങോട്ടൊന്നും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചിട്ടില്ല. പഞ്ചാബിൽ സിഖ് രാജകുമാരന്മാർ പട്ടാളക്കാരെയും പിന്തുണയെയും നൽകി ബ്രിട്ടീഷുകാരെ നിർണായകമായിട്ട് സഹായിച്ചു. അപ്പൊ പഞ്ചാബില് എന്ത് ചെയ്തു? പഞ്ചാബില് സിഖ് രാജകുമാരന്മാരെ അവരുടെ പട്ടാളക്കാരെയും നൽകി പിന്തുണയും നൽകി ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഈ വിപ്ലവകാരികൾക്കെതിരെ അവരെ അടിച്ചമർത്താനായിട്ട് പഞ്ചാബിലെ സിഖ് രാജകുമാരന്മാര് പട്ടാളക്കാരെയും നൽകി പിന്തുണയും നൽകി ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു. വലിയ നാട്ടുരാജ്യങ്ങളായ ഹൈദരാബാദ്, മൈസൂർ, തിരുവിതാംകൂർ, കാശ്മീർ എന്നിവയും ചെറിയ രാജവംശങ്ങളായ രജപുത്താനയും കലാപത്തിൽ പങ്കുചേർന്നില്ല. അപ്പൊ അത് ഓർത്തിരിക്കുക. ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ് ഈ കലാപത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്? ഹൈദരാബാദ്, മൈസൂർ, തിരുവിതാംകൂർ, കാശ്മീർ എന്നിവയും പിന്നെ ഏതാണ്? രജപുത്താനയും കലാപത്തിൽ പങ്കുചേർന്നില്ല. ഹൈദരാബാദ്, മൈസൂർ, തിരുവിതാംകൂർ, കാശ്മീർ പിന്നെ രജപുത്താന ഇവയൊന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് പങ്കുചേർന്നിട്ടില്ല. ഇനി കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ. 1848 ദത്തവകാശ നിരോധന നിയമം. ഒന്നാമത്തെ കാരണം എന്താണ്? 1848 ദത്തവകാശ നിരോധന നിയമം. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം.
1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. പിന്നെ ഏതാണ്? 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം. അടുത്തത് എന്താണ്? മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം. തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ. തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ. കാർഷിക മേഖലയിലെ അസംതൃപ്തി. ശിപായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവും. ശിപായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും. ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, മോശമായ ഭക്ഷണം. അടുത്തത് എന്താണ്? ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, മോശമായ ഭക്ഷണം. അടിമകളോട് എന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇത്രയുമാണ് കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഇത്രയും കാരണങ്ങളാണ് ഉള്ളത്. ഒന്നുകൂടി പറയാം. 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം, നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്, മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം, തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, കാർഷിക മേഖലയിലെ അസംതൃപ്തി, ശിപായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, മോശമായ ഭക്ഷണം, അടിമകളോട് എന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇത്രയുമാണ് കാരണങ്ങൾ. ഇനി പെട്ടെന്നുണ്ടായ കാരണമുണ്ട്. പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് നോക്കാം. 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയത്. 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P57 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയത്. പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചത്. പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചത്. അതായത് അത് നിറയ്ക്കണമെങ്കിൽ, തോക്കില് ബുള്ളറ്റ് നിറയ്ക്കണമെങ്കിൽ അത് കടിച്ച് ഒക്കെ പല്ലൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പൊ ഇത് ഈ പശുവിൻ്റേത് ഹിന്ദുക്കൾക്കും പന്നിയുടേത് മുസ്ലിങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കി. പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവം സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1857 ജനുവരിയിലാണ്. പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവം സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ വർഷം എന്നാണ്? 1857 ജനുവരി മുതലാണ്. ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് എന്ന വാർത്ത വരുന്നത്. ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് എന്ന വാർത്ത വരുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ പത്രയ്ക്കാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണങ്ങൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി എന്നാണ്? 1857 മെയ് 10-നാണ്. ഒന്നാം സ്വാതന്ത്ര്യം പൊട്ടിപ്പുറപ്പെട്ട തീയതി എന്നാണ്? 1857 മെയ് 10. 1857 മെയ് 10. 1857 സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. 1857 സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. അത് ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്.
1857 വിപ്ലവത്തിന് ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരെന്താണ്? ശിപായി ലഹള എന്നാണ്. ശിപായി ലഹള. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരെന്താണ്? ശിപായി ലഹള. ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഡെവിൾസ് വിൻഡ് എന്ന് വെച്ചാൽ ചെകുത്താന്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. ഇനി കലാപ പ്രദേശങ്ങൾ നോക്കാം. കലാപ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും നോക്കാം. മീററ്റ് ഉത്തർപ്രദേശാണ്. ലക്നൗ ഉത്തർപ്രദേശിലാണ്. അലിഗഡ് ഉത്തർപ്രദേശാണ്. മധുര ഉത്തർപ്രദേശ്, ആഗ്ര ഉത്തർപ്രദേശ്, ഝാൻസി ഉത്തർപ്രദേശ്. അപ്പൊ ഏതൊക്കെയാണ്? മീററ്റ് ഉത്തർപ്രദേശ്, ലക്നൗ ഉത്തർപ്രദേശ്, അലിഗഡ് ഉത്തർപ്രദേശ്, മധുര ഉത്തർപ്രദേശ്, ആഗ്ര ഉത്തർപ്രദേശ്, ഝാൻസി ഉത്തർപ്രദേശ്, അലഹബാദ് ഉത്തർപ്രദേശ്, ബരക്പൂർ പശ്ചിമ ബംഗാൾ, ഗ്വാളിയോർ മധ്യപ്രദേശ്, ഭരത്പൂർ രാജസ്ഥാൻ, റൂർക്കി ഉത്തരാഖണ്ഡ്, ആര ബീഹാർ. അപ്പൊ ഇത്രയും പ്രദേശങ്ങളാണ് വിപ്ലവങ്ങൾ നടന്നത്. ഏറ്റവും കൂടുതൽ നടന്ന ഉത്തർപ്രദേശ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഉത്തർപ്രദേശിലുള്ള സ്ഥലങ്ങൾ? മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഇത്രയും ഉത്തർപ്രദേശില്. ബാരക്പൂർ പശ്ചിമ ബംഗാൾ, ഗ്വാളിയോർ മധ്യപ്രദേശ്, ഭരത്പൂർ രാജസ്ഥാൻ, റൂർക്കി ഉത്തരാഖണ്ഡ്, ആര ബീഹാർ. അടുത്തത് ദത്തവകാശ നിരോധന നിയമം. 1857 വിപ്ലവത്തിന് പ്രധാനമായിട്ടും കാരണമായ ഒരു നിയമമാണ് എന്ത്? ദത്തവകാശ നിരോധന നിയമം. ഇനി എന്താണ് ദത്തവകാശ നിരോധന നിയമം നോക്കാം. അനന്തരാവകാശികൾ ഇല്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമം. അപ്പൊ എന്താണ് ദത്തവകാശ നിരോധന നിയമം? അനന്തരാവകാശികൾ ഇല്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി. എന്നാണ്? 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ്. 1848 നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? സത്താറയാണ്. ആദ്യ നാട്ടുരാജ്യം സത്താറ 1848 തന്നെ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ സത്താറയാണ്. 1848 ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാമ്പൽപൂർ 1850, ഉദയ്പൂർ 1852, നാഗ്പൂർ 1853. അപ്പൊ ഏതൊക്കെയാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങള്? സാമ്പൽപൂർ 1850, 1850. ഉദയ്പൂർ എന്നാണ്? 1852. ഉദയ്പൂർ 1852, നാഗ്പൂർ 1853. ഝാൻസി 1854. കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം അവധാണ്. ഔധ് എന്നൊക്കെ പറയും. കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം അവധ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ബംഗാൾ സൈന്യത്തിന് നഴ്സറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പൊ ബംഗാൾ സൈന്യത്തിന് നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. അവധ്. ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചെടുത്ത ശേഷം നാടുകടത്തിയ നവാബാണ് വാജിദ് അലി ഷാ. ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചെടുത്ത ശേഷം അവിടുത്തെ നവാബിനെ നാടുകടത്തി. ആരായിരുന്നു ആ നവാബ്? വാജിദ് അലി ഷാ ആയിരുന്നു. വാജിദ് അലി ഷാ. വാജിദ് അലി ഷായെ നാടുകടത്തിയ സ്ഥലം കൽക്കട്ടയാണ്. വാജിദ് അലി ഷായെ നാടുകടത്തിയ സ്ഥലം ഏതാണ്? കൽക്കട്ട.
അവധിൽ ദുർഭരണം നടത്തുന്നു എന്ന വാദം ഉന്നയിച്ച് നവാബായ വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കൽക്കട്ടയിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്തു. അപ്പൊ എന്ത് കാരണം പറഞ്ഞാണ് നാട് കടത്തിയത്? അവധിൽ ദുർഭരണം നടത്തുന്നു എന്ന വാദം ഉന്നയിച്ച് നവാബായ വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കൽക്കട്ടയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അവധ് പിടിച്ചെടുത്തതോടെ നവാബ് മാത്രമല്ല സ്ഥാനഭ്രഷ്ടനായത്, ഈ പ്രദേശത്തെ താലൂക്ക്ദാർമാരും പുറത്താക്കപ്പെട്ടു. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിങ് പ്രഭുവാണ്. 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്. 1859 ദത്തവകാശ നിരോധന നിയമം അനൌദ്യോഗികമായി ഉപയോഗിച്ചത് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ. നിയമം നിലവിൽ വന്നത് 1848 പക്ഷെ അതിനു മുമ്പ് എന്താണ്? ദത്തവകാശ നിരോധന നിയമം അനൌദ്യോഗികമായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ. ഭർത്താവിന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് കിട്ടൂർ ചെന്നമ്മയാണ്. ഭർത്താവിന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് കിട്ടൂർ ചെന്നമ്മ. 1856 സമ്മറി വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുകയും സമ്മറി വ്യവസ്ഥ ഉപയോഗിച്ച് സാധ്യമാകുന്നിടത്തെല്ലാം താലൂക്കുദാറുമാരെ നീക്കം ചെയ്യാനും തുടങ്ങി. അപ്പൊ എന്താണ് സമ്മറി വ്യവസ്ഥ? 1856 സമ്മറി വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥയാണ്. ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുകയും സമ്മറി വ്യവസ്ഥ ഉപയോഗിച്ച് സാധ്യമാകുന്നിടത്തെല്ലാം താലൂക്കുദാർമാരെ നീക്കം ചെയ്യാനും തുടങ്ങി. ഇനി 1857 വിപ്ലവം പരാജയമായിരുന്നു. അത് ബ്രിട്ടീഷുകാര് അടിച്ചമർത്തി. വിപ്ലവം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഒന്നാമത്തെ കാരണം? സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കാരണം എന്താണ്? കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേരിടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അപ്പൊ എന്താണ്? ഇന്ത്യക്കാർ തന്നെ എല്ലാവരും ഒന്നും ഈ കലാപത്തെ അനുകൂലിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. അപ്പൊ എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അപ്പൊ അത്രയാണ് വിപ്ലവം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. ഇനി 1857 വിപ്ലവത്തിന്റെ ഫലങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിച്ചു. ഒന്നാമത്തെ ഫലം എന്തായിരുന്നു? ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസാക്കി. ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കി. അപ്പൊ അടുത്തത് ഏതാണ്? ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കി. നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു. നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു. ഇന്ത്യയിലെ ജനങ്ങളുടെ സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ ജനങ്ങളുടെ സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഇന്ത്യക്കാരെ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ എന്താണ്? വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഇന്ത്യക്കാരെ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ അത്രയാണ് ഫലങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം.
ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കി. നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു. ഇന്ത്യയിലെ ജനങ്ങളുടെ സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഇന്ത്യക്കാരെ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അടുത്തത് 1857 കലാപത്തിന് മുമ്പ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുണ്ടായിരുന്ന അനുപാതം എത്രയായിരുന്നു? 6:1 ആയിരുന്നു. 1857 കലാപത്തിന് മുമ്പ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 6:1 ആണ്. 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുണ്ടായിരുന്ന അനുപാതം എത്രയാണ്? 2:1. 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുണ്ടായിരുന്ന അനുപാതം എത്രയാണ്? 2:1. മുഗൾ ഭരണത്തിന്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. മുഗൾ ഭരണത്തിന്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ അത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം 1863 ന്യൂഡൽഹിയിലാണ്. 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം എന്നാണ്? 1863 ന്യൂഡൽഹിയിലാണ്. മ്യൂട്ടിനി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1972 മ്യൂട്ടിനി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം എന്നാണ്? 1972 ഇനി രാജ്ഞിയുടെ വിളംബരം നോക്കാം. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് 1858 വിളംബരം. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? 1858 വിളംബരമാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കായി വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരം അറിയപ്പെടുന്നത് 1858 രാജ്ഞിയുടെ വിളംബരം എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കായി വിക്ടോറിയ രാജ്ഞി, അപ്പൊ രാജ്ഞിയുടെ പേര് പഠിക്കുക. വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരമാണ് 1858 രാജ്ഞിയുടെ വിളംബരം. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വായിക്കാനായി 1858 നവംബർ 1 കാനിങ് പ്രഭു വിളിച്ചുകൂട്ടിയ രാജകീയ സദസ്സാണ് അലഹബാദ് ദർബാർ. അപ്പൊ എന്താണ്? വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വായിക്കാനായി 1858 നവംബർ 1 കാനിങ് പ്രഭു വിളിച്ചുകൂട്ടിയ രാജകീയ സദസ്സാണ് അലഹബാദ് ദർബാർ. അപ്പൊ അലഹബാദ് ദർബാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1858 നവംബർ 1 എന്താണ്? വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വായിക്കാനായി കാനിങ് പ്രഭു വിളിച്ചുകൂട്ടിയ രാജകീയ സദസ്സ് ആണ് അലഹബാദ് ദർബാർ. 1858 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വേണേ പറയാം അലഹബാദ് ദർബാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ആണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് എന്ന് ചോദിച്ചാൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നോക്കാം. രാജ്ഞിയുടെ വിളംബരം എന്നറിയപ്പെടുന്നു. രാജ്ഞിയുടെ വിളംബരം എന്നറിയപ്പെടുന്ന ആക്ട് ഏതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. എങ്ങനെയാണ്? ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. പാസ്സാക്കപ്പെട്ടത് എന്നാണ്? 1858 ഓഗസ്റ്റ് 2 1858 ഓഗസ്റ്റ് 2 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ടത്. 1858 നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? പാമേഴ്സ്റ്റൺ പ്രഭു ആണ്. 1858 നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പാമേഴ്സ്റ്റൺ പ്രഭു ആണ്. പാമേഴ്സ്റ്റൺ പ്രഭു. പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അപ്പം 1857 കലാപത്തിന് ശേഷം പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവി ഏതാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ.
അപ്പൊ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരാണ്? എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആണ്. ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരാണ്? എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആണ്. അവസാനത്തെ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരാണ്? വില്യം ഫ്രാൻസിസ് ഹാരെ ആണ്. അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരാണ്? വില്യം ഫ്രാൻസിസ് ഹാരെ. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് ആരാണ്? ജോർജ് ഹാമിൽട്ടൺ ആണ്. ജോർജ് ഹാമിൽട്ടൺ. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിട്ട് ഇരുന്നത് ആരാണ്? ജോർജ് ഹാമിൽട്ടൺ ആണ്. ജോർജ് ഹാമിൽട്ടൺ. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. വിക്ടോറിയ രാജ്ഞി. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞി. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാലും 1858 നിയമമാണ്. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? 1858 നിയമമാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി അറിയപ്പെടാൻ തുടങ്ങിയത്? 1858 ആഗസ്റ്റ് 2 മുതൽ. അന്നാണ് നിയമം പാസ്സാക്കി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1858 ആഗസ്റ്റ് 2 മുതലാണ്. അന്ന് മുതൽ എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്തറിയപ്പെടാൻ തുടങ്ങി? വൈസ്രോയി ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങി. 1858 ബ്രിട്ടീഷ് രാജ്ഞി വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ. 1858 ബ്രിട്ടീഷ് രാജ്ഞി വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ നോക്കാം. ഝാൻസിയിൽ ആരായിരുന്നു? സ്ഥലം ഝാൻസി. ഝാൻസിയിൽ ആരാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? റാണി ലക്ഷ്മിഭായി ആണ്. ഝാൻസിയില് റാണി ലക്ഷ്മിഭായി ആണ്. ഗ്വാളിയോറിൽ ആരാണ്? റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയുമാണ്. ഗ്വാളിയോറിൽ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയുമാണ്. ആര അല്ലെങ്കിൽ ബീഹാർ എന്ന് ചോദിച്ചാൽ കൺവർ സിംഗ് ആണ്. ആര അല്ലെങ്കിൽ ബീഹാർ എന്ന് ചോദിച്ചാൽ കൺവർ സിംഗ് ആണ്. ജഗദീഷ്പൂർ കൺവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ്. അപ്പൊ ആര ബീഹാറില് കൺവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലും കൺവർ സിംഗ് ആണ്. ഡൽഹിയില് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ്. ഡൽഹിയില് ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ സെക്കൻഡ്. അസമിൽ ആരാണ്? ദിവാൻ മണിറാം ആണ്. ദിവാൻ മണിറാം ആണ് അസമില്. മീററ്റില് കദം സിംഗ്. മീററ്റില് കദം സിംഗ്. കാൺപൂരില് നാനാ സാഹിബ് താന്തിയ തോപ്പി. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹല്, ബിർജിസ് ഖ്വാദർ. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ, ബിർജിസ് ഖ്വാദർ. ആഗ്രയിൽ ആരാണ്? ആഗ്രയില് ബീഗം ഹസ്രത്ത് മഹലാണ്. അവധില് ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പൊ എവിടെയൊക്കെയാണ് ബീഗം ഹസ്രത്ത് മഹൽ വരുന്നത്? ലക്നൌ, ആഗ്ര, അവധ്. ഈ 3 സ്ഥലത്തും ബീഗം ഹസ്രത്ത് മഹൽ ഉണ്ട്. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലിന്റെ കൂടെ ബിർജിസ് ഖ്വാദറും ഉണ്ട്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ബറേലി, റോഹിൽഖണ്ഡ് എന്നീ പ്രദേശങ്ങളില് ഖാൻ ബഹദൂർ ഖാൻ. ബറേലി, റോഹിൽഖണ്ഡ്, ഖാൻ ബഹദൂർ ഖാൻ. ബറൌത്ത് പർഗാനയില് ഷാമാൽ. ബറൌത്ത് പർഗാന ഷാമാൽ. ഹരിയാന റാവു തുലാറാം. ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം. കോട്ട രാജസ്ഥാൻ ജയ്ദയാല് ഹർദയാല്. കോട്ട രാജസ്ഥാനിലെ ഒരു പ്രദേശമാണ്. ജയ്ദയാൽ ഹർദയാല്. മധുരയില് ദേവി സിംഗ്. അലഹബാദില് ലിയാഖത്ത് അലി. അലഹബാദ് ലിയാഖത്ത് അലി. മാൻഡസർ ഫിറോഷ. മാൻഡസർ ഫിറോഷ.
മൊറാദാബാദ് അബ്ദുൾ അലി ഖാൻ. മൊറാദാബാദ് അബ്ദുൾ അലി ഖാൻ. ഒന്നുകൂടി നോക്കാം. ഝാൻസി റാണി ലക്ഷ്മിഭായി, ഗ്വാളിയോർ റാണി ലക്ഷ്മിഭായി താന്തിയ തോപ്പി, ആര ബീഹാർ കൺവർ സിംഗ്, ജഗദീഷ്പൂർ കൺവർ സിംഗ്, ഡൽഹി ജനറൽ ഭക്ത്ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്, അസം ദിവാൻ മണിറാം, മീററ്റ് കദം സിംഗ്, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ ബിർജിസ് ഖാദർ, ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ, അവധ് ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ, ബറൌത്ത് പർഗാന ഷാമാൽ, ഹരിയാന റാവു തുലാറാം, കോട്ട രാജസ്ഥാൻ ജയ്ദയാൽ ഹർദയാൽ, മഥുര ദേവി സിംഗ്, അലഹബാദ് ലിയാഖത്ത് അലി, മാണ്ടസർ ഫിറോസ് ഷാ, മൊറാദാബാദ് അബ്ദുൾ അലി ഖാൻ. ഇനി ഇതിലെ ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളെ പഠിക്കാം. മംഗൾ പാണ്ഡെ. ശിപായിമാർക്കിടയിൽ നിന്നും ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയാണ്. ശിപായിമാർക്കിടയിൽ നിന്നും ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ അഡ്ജൂട്ടന്റ് ലഫ്റ്റനന്റ് ബെംഡെ ഹെൻറി ബോഗ്, മേജർ ജെയിംസ് ഹ്യൂസൺ എന്നിവരാണ്. അപ്പൊ മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ ഏതൊക്കെയാണ്? അഡ്ജൂട്ടന്റ് ലഫ്റ്റനന്റ് ബെംഡെ ഹെൻറി ബോഗും മേജർ ജെയിംസ് ഹ്യൂസൺ എന്നിവരാണ്. മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് ഹെൻറി ബോഗ് എന്നാണ്. പക്ഷെ അത് PSC ഉത്തരപ്രകാരം ലഫ്റ്റനന്റ് ഹെൻറി ബോഗ് എന്നാണ്. പക്ഷെ പുള്ളിയെ വധിച്ചില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത എന്നും പറയുന്നുണ്ട്. വധിച്ചിട്ടില്ല, അതിനുശേഷം വിരമിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജമേദാർ ഈശ്വരി പ്രസാദ്. പേര് ഓർത്തിരിക്കുക. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജമേദാർ ഈശ്വരി പ്രസാദ്. ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 21-നാണ്. അപ്പൊ ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയത് എന്നാണ്? 1857 ഏപ്രിൽ 21-നാണ്. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സിയാണ് 1857 മാർച്ച് 29-ന്. അപ്പൊ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ആരാണ്? ജോൺ ഹെയ്സിയാണ് 1857 മാർച്ച് 29-ന്. മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ഷെയ്ഖ് പൽതു. ഇപ്പൊ മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികൻ ഷെയ്ഖ് പൽതു ആണ്. ഈ ഷെയ്ഖ് പൽത്തുവിന് അതിനുശേഷം ഈ സ്ഥാനക്കയറ്റമൊക്കെ ലഭിച്ചിരുന്നു ഇങ്ങനെ സഹായിച്ചതിന്റെ പേരിൽ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8-നാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം എന്നാണ്? 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം എന്നാണ്? 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34 ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. 34 ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. അതല്ലെങ്കിൽ 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ അവതരിപ്പിച്ചത് ആരാണ്? അമീർ ഖാൻ ആണ്. അടുത്തത് ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഡൽഹി ആയിരുന്നു. അപ്പൊ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഏതായിരുന്നു? ഡൽഹി ആയിരുന്നു. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. ബഹദൂർ ഷാ സെക്കൻഡിനെ. ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈനിക തലവൻ സൈന്യത്തിലെ സുബേദാറാണ് ഭക്ത്ഖാൻ. ഡൽഹിയിലെ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ആരാണെന്ന് ചോദിച്ചാൽ ഭക്ത്ഖാൻ ആണ്.
ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചുപിടിച്ച ആദ്യ പ്രദേശം ഡൽഹിയാണ്. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും ആദ്യം തിരിച്ചുപിടിച്ച പ്രദേശം ഡൽഹിയാണ്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാണ്? ജോൺ നിക്കോൾസൺ. ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ്. ബഹദൂർ ഷാ രണ്ടാമന് ഹ്യൂമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നും പിടികൂടാൻ നേതൃത്വം കൊടുത്തത് വില്യം ഹോഡ്സൺ ആണ്. 1857 സെപ്റ്റംബർ 20-നാണ്. 1857 സെപ്റ്റംബർ 20. ബഹദൂർ ഷാ രണ്ടാമന് ഹ്യൂമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നും പിടികൂടാൻ നേതൃത്വം കൊടുത്തത് ആരാണ്? വില്യം ഹോഡ്സൺ. 1857 സെപ്റ്റംബർ 20-നാണ്. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ സെക്കൻഡിന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഗഡ് വിളംബരം. 1857 ഓഗസ്റ്റ് 25-ന്. അപ്പൊ എന്താണ് അസംഗഡ് വിളംബരം? എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ സെക്കൻഡിന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഗഡ് വിളംബരം. അതെന്നാണ് പുറപ്പെടുവിച്ചത്? 1857 ഓഗസ്റ്റ് 25-നാണ്. ബഹദൂർ ഷാ രണ്ടാമന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വിചാരണ കൂടാതെ വെടിവെച്ചു കൊന്നത് വില്യം ഹോഡ്സ് ആണ്. വില്യം ഹോഡ്സ്. ബഹദൂർ ഷാ രണ്ടാമന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വിചാരണ കൂടാതെ വെടിവെച്ചു കൊന്നത് വില്യം ഹോഡ്സ് ആണ്. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് മിർസ ഗാലിബ്. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവി ആരെന്ന് ചോദിച്ചാൽ മിർസ ഗാലിബാണ്. ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയ സ്ഥലം റങ്കൂൺ. അപ്പൊ റങ്കൂണിലോട്ടാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. റങ്കൂൺ ഇപ്പം മ്യാൻമറിലാണ്. ഇപ്പൊ യാങ്കോൺ എന്നാണ് അറിയപ്പെടുന്നത്. യാങ്കോൺ. റങ്കൂൺ മ്യാൻമർ ആണ്. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരണമടഞ്ഞ വർഷം 1862-ലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരണമടഞ്ഞ വർഷം 1862-ലാണ്. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കൂണിലാണ്. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കൂൺ. അടുത്തത് ഝാൻസി റാണി. ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം. അപ്പൊ എന്താണ്? ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് 1854-ലാണ്. അപ്പൊ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് എന്നാണ്? 1854-ലാണ്. ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയാണ് റാണി ലക്ഷ്മിഭായി. അപ്പൊ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യ റാണി ലക്ഷ്മിഭായി ആയിരുന്നു. ഝാൻസി റാണിയുടെ മറ്റു പേരുകള് മനുഭായി, മണികർണിക, ചബേലി, ലക്ഷ്മിഭായി എന്നിവയൊക്കെയാണ്. ഗംഗാധർ റാവുവിന്റെ മരണശേഷം അധികാരഭ്രഷ്ടനാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് ദാമോദർ റാവു. ഇപ്പൊ ഗംഗാധർ റാവുവിന്റെ മരണശേഷം അധികാരഭ്രഷ്ടനാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ദത്തുപുത്രൻ ആരാണെന്ന് ചോദിച്ചാൽ ദാമോദർ റാവു ആണ്. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ്. ഝാൻസി റാണിയുടെ കുതിരകൾ ബാദൽ, സാരംഗി, പവൻ. ബാദൽ, സാരംഗി, പവൻ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെയാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെയാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെയാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗ്രോസ് ആണ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും ഹ്യൂഗ്രോസ് ആണ്. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി. അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു. ആരെ പറ്റിയാണ് പറഞ്ഞത്? ഝാൻസി റാണിയെ പറ്റിയാണ് പറഞ്ഞത്. അത് പറഞ്ഞതാരാണ്? സുഭദ്രകുമാരി ചൗഹാനാണ്. സുഭദ്രകുമാരി ചൗഹാൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിര ബാദലാണ്. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിര എന്ന് ചോദിച്ചാൽ ബാദൽ.
INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെട്ടിരുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെട്ടിരുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ലക്ഷ്മി ഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോർ. ലക്ഷ്മി ഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോർ. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതെന്നാണ് 1858 ജൂൺ 18-നാണ്. സ്ഥലം എവിടെയാണ്? ഗ്വാളിയോറിൽ വെച്ചിട്ടാണ്. ഗ്വാളിയോറിൽ വെച്ചിട്ടാണ് മരണമടഞ്ഞത്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ ഝാൻസി റാണിയാണ്. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ നേതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഝാൻസി റാണിയാണ്. ആസാദി ഷാഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ഭരണം എന്നാണ് അർത്ഥം. സ്വതന്ത്ര ഭരണം. അടുത്തത് നാനാ സാഹിബ്. നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കാരണം ദത്തുപുത്രൻ ആണെന്ന കാരണത്താൽ അവകാശപ്പെട്ട പെൻഷൻ നിഷേധിച്ചത്. നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കാരണം ദത്തുപുത്രനാണെന്ന കാരണത്താൽ അവകാശപ്പെട്ട പെൻഷൻ നിഷേധിച്ചു. പേഷ്വാ ബാജിറാവു സെക്കൻഡിന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. പേഷ്വാ ബാജിറാവു സെക്കൻഡിന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. കാൺപൂരിൽ നടന്ന ഉപരോധത്തിനും കൂട്ടക്കൊലയ്ക്കും നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. അത് അറിയപ്പെടുന്നത് എന്താണ്? ബിബീഹർ കൂട്ടക്കൊല എന്നാണ്. ബിബീഹർ കൂട്ടക്കൊല. കാൺപൂരിൽ നടന്ന ഉപരോധത്തിനും കൂട്ടക്കൊലയ്ക്കും നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. ആ കൂട്ടക്കൊല അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബിബീഹർ കൂട്ടക്കൊല എന്നാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്തു. നാനാ സാഹിബ് വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്തത് താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈനിക മേധാവിയാണ് താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ താന്തിയ തോപ്പിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ സർ കോളിംഗ് ക്യാമ്പലാണ്. സർ കോളിംഗ് ക്യാമ്പൽ. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ സർ കോളിംഗ് ക്യാമ്പലാണ്. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18-നാണ്. 1859 ഏപ്രിൽ 18-ന് താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ശിവപുരിയിൽ വെച്ചിട്ടാണ് തൂക്കിലേറ്റിയത്. മധ്യപ്രദേശ്. ശിവപുരി, മധ്യപ്രദേശ്. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിലാണ്. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവപുരിയിലാണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. ബീഹാർ സിംഹം കൺവർ സിംഗ് ആണ്. 1857 വിപ്ലവകാലത്ത് അവധിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തിയാണ് ബിർജിസ് ഖാദർ. 1857 വിപ്ലവകാലത്ത് അവധിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തി ആരാണ്? ബിർജിസ് ഖാദർ ആണ്. ബ്രിട്ടീഷുകാരാൽ നാട് കടത്തപ്പെട്ട നവാബ് വാജിദ് അലി ഷായുടെ മകനാണ് ബിർജിസ് ഖാദർ. അപ്പൊ ബിർജിസ് ഖാദർ ആരാണ്? ബ്രിട്ടീഷുകാരാൽ നാട് കടത്തപ്പെട്ട നവാബ് വാജിദ് അലി ഷായുടെ മകനാണ് ബിർജിസ് ഖാദർ. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷം 1858 ആണ്. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടു. എന്നാണ്? 1858. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നിവയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നിവയാണ്. 1857 വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോര് സംഘടന രൂപീകരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമരസേനാനി കാലു സിംഗ് മഹാരയാണ്. കാലു സിംഗ് മഹാര. എന്താണ്? 1857 വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോര് സംഘടന രൂപീകരിച്ച
രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമര സേനാനി ആരാണെന്ന് ചോദിച്ചാൽ കാലു സിംഗ് മഹാര. കാലു സിംഗ് മഹാരയാണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ കൺവർ സിംഗ് ആണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? കൺവർ സിംഗ് ആണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ കൺവർ സിംഗ്. ജോവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണി. ജോവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണിയാണ്. 1857 കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്. 1857 കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം ആരാണ്? നാനാ സാഹിബ്. അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ അസീമുള്ള ഖാൻ ആണ്. അസീമുള്ള ഖാൻ. അംബാസഡർ അസീമുള്ള ഖാൻ. ഇനി യഥാർത്ഥ പേരുകൾ നോക്കാം. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ഡോണ്ട് പന്ത് എന്നാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ഡോണ്ട് പന്ത്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. രാമചന്ദ്ര പാണ്ഡുരംഗ്. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് യഥാർത്ഥ പേരുകൾ? നാനാ സാഹിബ് ഡോണ്ട് പന്ത്, താന്തിയ തോപ്പി രാമചന്ദ്ര പാണ്ഡുരംഗ്, റാണി ലക്ഷ്മിഭായി മണികർണിക. അപ്പൊ ഇത്രയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള ഫാക്റ്റുകൾ.